വിമാനത്താവളത്തിൽ മ്യൂറൽ ആർട്ട് വർക്ക് ചെയ്തതിന്റെ പ്രതിഫലം നൽകിയില്ലെന്ന പരാതിയുമായി ചിത്രകാരൻ. കണ്ണൂർ വിമാനത്താവളത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ മനോഹരമായ തെയ്യത്തിൻ്റെതുൾപ്പെടെ കലാരൂപങ്ങളുടെയൊക്കെ നല്ല ചിത്രങ്ങൾ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. മ്യൂറൽ പെയിന്റിങ്ങുകളാണത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രധാന ഒരു ആകർഷണമാണ്. പക്ഷേ ഇതാ ചിത്രകാരന്റെ പരാതി എന്താണെന്ന് നോക്കാം. ചാലോട് സ്വദേശി ഹരീന്ദ്രനാണ് കരാർ നൽകിയ സ്ക്വയർ അസോസിയേറ്റ് എന്ന സ്ഥാപനത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. 6.62 ലക്ഷം രൂപയ്ക്കാണ് കരാർ എടുത്തത്. ഇതിൽ 3.37 ലക്ഷം രൂപ തുടക്കത്തിൽ നൽകിയിരുന്നെങ്കിലും ബാക്കി പണം 8 വർഷം കഴിഞ്ഞിട്ടും നൽകിയില്ല എന്നാണ് ഹരീന്ദ്രന്റെ പരാതി. പരാതിയിൽ സ്ക്വയർ അസോസിയേറ്റ് ഡയറക്ടർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. നമ്മൾ 2018 ഇതിന്റെ അപ്രൂവൽ കിട്ടിയത്. അവർ എൻ്റെ വർക്ക് അവർ അപ്രൂവ് ചെയ്ത് ഇത്ര പൈസ ഒരു കരാറാക്കി. പക്ഷെ അവർ പറഞ്ഞാലും ആദ്യം വളരെ കറക്റ്റായിരുന്നു. തുടങ്ങുമ്പോൾ ഇത്ര പൈസ തരാം, പകുതി ആയി കഴിഞ്ഞാൽ ഇത്ര പൈസ തരാം. അത് രണ്ടും കറക്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. കിയാലിൽ നിന്ന് കിട്ടിയില്ല എന്നാണ് ഇവർ സർക്കാരിന് കിയാലിന് കൊടുത്തില്ല, കിയാൽ നമുക്ക് കിട്ടിയില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റിൽ ഒരു കൊല്ലം മുന്നേ നമ്മൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത സമയത്ത് അവർ കൃത്യമായിട്ട് ഇത് സംഗതി അവർ അന്വേഷിച്ച് അതിൻ്റെ വിവരം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ പൈസ കിയാൽ ഇവർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മളെന്താ ഈ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ടിട്ടുള്ള ഒരു രേഖാമൂലത്തില്ല. ബാലൻസ് തന്നെ മറ്റൊരു ഇൻവോയ്സ് വന്നിട്ടുണ്ട്. ഇത്ര 3 ലക്ഷത്തില്ല റുപ്യ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ട്. അതാ കൈമേലുള്ളത്. അഭിജിത്ത് മുഴക്കുന്നാണ് ചെയ്തത്. അഭിജിത്ത്, ഞാൻ പറയുകയായിരുന്നു, കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രധാന ഒരു ആകർഷണമാണ് ഈ മ്യൂറൽ പെയിന്റിങ്ങുകൾ അല്ലേ? പക്ഷേ ഈ ചിത്രകാരനെ പറ്റിച്ചതാണോ ഈ കമ്പനി? വിനീത, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പരാതി. വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തുമ്പോൾ വളരെ ആകർഷകമായ ചിത്രങ്ങളാണ് നമ്മളെ എതിരേൽക്കുക. 2 ചിത്രങ്ങളാണ് പ്രധാനമായും അവിടെയുള്ളത് വിനീത. എ ടിപ്പിക്കൽ മാർക്കറ്റ് പ്ലേസ് ഓഫ് മലബാർ, ദ ലിവിംഗ് ട്രഡീഷൻ ഓഫ് മലബാർ. ഈ 2 ചിത്രങ്ങളും വരച്ചത് ചാലാട് സ്വദേശിയായ ഹരീന്ദ്രൻ എന്ന ചിത്രകാരനാണ്. 2017 സ്ക്വയർ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം ഇദ്ദേഹവുമായി ഈ ചിത്രം വരയ്ക്കുന്നതിനുള്ള കരാർ എടുക്കുന്നത്. 6 ലക്ഷത്തിലധികം രൂപയ്ക്കായിരുന്നു കരാർ. തുടക്കത്തിൽ ഇദ്ദേഹത്തിന് ഏതാണ്ട് 3,37,000 രൂപ നൽകി. പക്ഷേ 2018 ഇതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞിങ്ങോട്ട് 8 വർഷം പിന്നിട്ടിട്ടും ഇദ്ദേഹത്തിന് പണം നൽകിയില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പരാതി. അതിനവർ നൽകിയിരുന്ന ഒരു മറുപടി, കിയാലിൽ നിന്ന് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പണം ലഭിക്കാനുണ്ട്, അത് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പണം നൽകാം എന്നുള്ളതായിരുന്നു ഈ സ്ഥാപനത്തിൽ നിന്ന് ഹരീന്ദ്രൻ ലഭിച്ചിരുന്ന ഒരു മറുപടി. പക്ഷേ കിയാലുമായി ബന്ധപ്പെടുമ്പോൾ തങ്ങളെല്ലാ പണവും നൽകി എന്നുള്ള ഒരു വിശദീകരണം അവരിൽ നിന്ന് ലഭിച്ചു. അങ്ങനെയാണ് വീണ്ടും കഴിഞ്ഞ കുറേ നാളുകളായി ഈ സ്ഥാപനത്തിന്റെ പുറകെ ഹരീന്ദ്രൻ നടന്നത്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് പണം ലഭിച്ചില്ല. അങ്ങനെ അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും അങ്ങനെ ഈ പരാതി മട്ടന്നൂർ എയർപോർട്ട് സ്റ്റേഷനിലേക്ക് കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിനീത. ഈ സ്ക്വയർ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർക്കെതിരെയാണ് മട്ടന്നൂർ എയർപോർട്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഏറെ പരിശ്രമം നടത്തി അദ്ദേഹം ചെയ്തൊരു ജോലി കൂടിയാണ് ഈ വിമാനത്താവളത്തിലെ ഈ മ്യൂറൽ ആർട്ട് വർക്ക്. അതിന് അദ്ദേഹത്തിന് കൃത്യമായ പ്രതിഫലം അതും 8 വർഷം കഴിഞ്ഞിട്ടും കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അതാണ് 8 വർഷമായിരിക്കുന്നു എന്നിട്ടും ആ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ചിത്രകാരൻ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓരോരുത്തരായി പല കമന്റുകളുമായി എത്തുന്നുണ്ട്. അതിൽ രാഷ്ട്രീയ ചർച്ചകളുണ്ട്. ഏതായാലും അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക. അനൂപുണ്ട്, മനോഹരൻ ചേട്ടനുണ്ട്, ബാലൻ നീലയമരിയുണ്ട്.